ഗുരുദർശനങ്ങളുടെ ധന്യതയിൽ ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കം. 92ാം ശിവഗിരി തീർത്ഥാടനം മന്ത്രി എം.പി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കൃഷി, വിജ്ഞാനം, സാങ്കേതിക വളർച്ച, ശുചിത്വം തുടങ്ങി ഗുരു നിർദ്ദേശിച്ച 8 വിഷയങ്ങളെ ആസ്പദമാക്കി ഇവിടെ സെമിനാർ നടത്തുമ്പോൾ ആ വിഷയങ്ങൾക്ക് തന്നെയാണ് പുരോഗമന കേരളം ഊന്നൽ നൽകുന്നതെന്ന് മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. ഭദ്രദീപ പ്രകാശനം നടത്തി ബഹുമാന്യനായ മന്ത്രി, ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ചേർന്നുകൊണ്ട് 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ എട്ട് മേഖലകളെ ആസ്പദമാക്കി വിദ്യാഭ്യാസം, കൃഷി, സാങ്കേതികവിദ്യ, ശുചിത്വം എന്നിങ്ങനെ മനുഷ്യജീവിതത്തെ സ്പർശിക്കുന്ന 8 സുപ്രധാന മേഖലകളെ ആസ്പദമാക്കിയിട്ടുള്ള പഠനവും അന്വേഷണവും എല്ലാം ഉൾപ്പെട്ട ഒരു കർമ്മപരിപാടി എന്ന നിലയിലാണ് ശിവഗിരി തീർത്ഥാടനത്തെ അദ്ദേഹം വിഭാവനം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 9 ദശകമായി അത് മുടക്കമില്ലാതെ നടക്കുന്നു എന്നുള്ളത്, ഇപ്പോൾ 92ാം വർഷത്തിലെത്തി നിൽക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമാണ്. ശ്രീനാരായണ ഗുരു കേരളത്തിൻ്റെ ആചാര്യനാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല. കേരളത്തിന് ഒരേ ഒരു ആചാര്യനേയുള്ളൂ, അത് ശ്രീനാരായണ ഗുരുവാണ്. അത് പറയാൻ കാരണം ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിച്ചു. എങ്ങനെയാണ് ശ്രീനാരായണ ഗുരു ഒരു ആധുനിക സമൂഹത്തിൻ്റെ അടിത്തറയിട്ടത് എന്നത്. ഒറ്റ വരിയിൽ ശ്രീനാരായണ ഗുരു കേരളത്തിന് ആരാണ് എന്ന് നിർവചിക്കാൻ പറഞ്ഞാൽ, ആധുനിക മതനിരപേക്ഷ ജനാധിപത്യ കേരള സമൂഹത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തിയയാളാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുക. സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷനായി. ഗുരുദേവ ദർശനങ്ങൾ എല്ലാ തിന്മകളെയും നേരിടാനുള്ള ഉൾവെളിച്ചമാണ് പകരുന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ മണ്ണിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അസ്തമിക്കില്ല. കാരണം മനുഷ്യ ജീവിതത്തിലെ എല്ലാ വിഭാഗീയതകളിൽ നിന്നും മുക്തമാകാൻ സഹായിക്കുന്ന ഉൾവെളിച്ചമാണ് ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് പകർന്നു നൽകുന്നത്. ഇന്ന് മാനവികത എന്ന മഹാദൗത്യം മഹാസത്യവുമാണ് എന്ന് സ്വജീവിതം കൊണ്ട് ഗുരുദേവൻ ഈ ലോകത്ത് കാണിച്ചു തന്നതാണ്. മനുഷ്യൻ മനുഷ്യനായി മാറുമ്പോൾ എല്ലാ വിഭാഗീയതകളും അവിടെ അസ്തമിക്കുന്നു, എല്ലാ അസമത്വങ്ങളും അവിടെ അവസാനിക്കുന്നു. അതുകൊണ്ടാണ് മാനവികത മഹാസത്യമാണെന്ന് ഗുരു നമ്മളെ പഠിപ്പിച്ചത്. മാനവരാശിയെ വിശ്വസാഹോദര്യത്തിലേക്ക് നയിക്കുന്ന വേദിയാണ് ശിവഗിരിയെന്ന് BJP നേതാവ് വി മുരളീധരൻ അഭിപ്രായപ്പെട്ടു. ഗുരുദേവന്റെ ചിന്തകൾ, ഗുരുദേവന്റെ ദർശനങ്ങൾ, അതോടൊപ്പം ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ജീവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന നിരവധി വിഷയങ്ങൾ, ആ വിഷയങ്ങൾ 15-ാം തീയതി ആരംഭിച്ച ഈ വർഷത്തെ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള വിവിധ സമ്മേളനങ്ങൾ, ആ സമ്മേളനങ്ങളുടെ ഭാഗമായിട്ട് നമുക്കെല്ലാവർക്കും ഗ്രഹിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള വീക്ഷണത്തിലൂടെ ഗുരുദേവനെ നോക്കിക്കാണാൻ, ഗുരുദേവനെ അറിയാൻ ശ്രമിക്കുന്നു എന്നുള്ളതും ഈ തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ, അടൂർ പ്രകാശ് MP, വി ജോയ് MLA തുടങ്ങിയവർ പങ്കെടുത്തു. നേരത്തെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തി.
അതേസമയം ചരിത്രത്തിലാദ്യമായി ശിവഗിരി തീർത്ഥാടനത്തിന് പ്രത്യേക ട്രെയിൻ അനുവദിച്ച് റെയിൽവേ. ഇന്നു മുതൽ ജനുവരി 1 വരെ എറണാകുളത്ത് നിന്ന് സ്പെഷ്യൽ മെമു ട്രെയിനാണ് അനുവദിച്ചത്. വൈക്കം, കോട്ടയം, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം, ഓച്ചിറ, കരുനാഗപ്പള്ളി, ശാസ്താംകോട്ട, കൊല്ലം, പരവൂർ, വർക്കല എന്നിവിടങ്ങളിലാണ് പ്രത്യേക തീവണ്ടിക്ക് സ്റ്റോപ്പുള്ളത്.